ഹായ് ഹലോ. ഇന്നാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം കേട്ടോ. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു. എങ്ങോട്ടാണെന്നല്ലേ? നസ്രത്തിൽ എന്നാ പ്രത്യേകത എന്നറിയത്തില്ലേ? നമ്മുടെ പരിശുദ്ധ അമ്മയുടെ വീടിരുന്ന സ്ഥലം. അവിടെ ഇന്ന് വലിയൊരു പള്ളിയൊക്കെയാണ്. ആ അമ്മ നടന്ന സ്ഥലങ്ങളും അമ്മ ജീവിച്ച സ്ഥലവും എല്ലാം നമ്മളിന്ന് പോയി കാണാൻ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിലേ തൊട്ടേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരോടാ? മാതാവിനോട്. ആ മാതാവ് ജനിച്ച് വളർന്ന സ്ഥലത്ത് അവിടെ പോയി നമുക്ക് അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ, അവിടെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. അപ്പം അവിടെയോട്ടൊന്ന് പോകാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലും പിന്നെ ഏകാന്തമായിട്ട് ജീവിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും കണ്ടപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലും അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ് നമ്മൾ ഈ യാത്ര ഇവിടെ നിന്ന് ഇങ്ങനെ ആരംഭിക്കുവാണ്. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ബസ്സിലൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഡിപ്രഷനും വിഷമവും സങ്കടവും എല്ലാം മാറ്റിവെച്ച് വളരെ ഹാപ്പി ആയിട്ട് എന്നാ പറയുന്നത്, ഒന്നും ആലോചിക്കാതെ ഒരു കാര്യവും മനസ്സിലാലോചിക്കാതെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ യാത്ര ചെയ്തു. അതുപോലെ തന്നെ വൈബുള്ള ഒരു ഡ്രൈവർ വരുന്നു കേട്ടോ. ആ ചേട്ടൻ ഞങ്ങളുടെ കൂടെ നല്ല കമ്പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്നാ പറയുന്നത്, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു ടൂറായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ ഇറങ്ങി നസ്രത്തിൽ വന്നു. എന്നിട്ട് നമ്മളിനി അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകട്ടോ. ഇവിടെ മുഴുവൻ ഇങ്ങനെ കടകളൊക്കെയാണ്. കൊന്തയും കുരിശും ബാഗും അങ്ങനെ എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല റേറ്റാന്ന് തോന്നുന്നു. ഞങ്ങൾ റേറ്റൊന്നും ചോദിക്കാൻ പോയില്ല. ഇങ്ങനെ നടന്നു പോയി കഴിയുമ്പോഴാണ് പള്ളി നമുക്ക് കാണാൻ പറ്റുന്നത്. പള്ളിയുടെ മേൽക്കൂര നോക്കിക്കുക, ഒരു പൂവിൻ്റെ കൂമ്പ് പോലെ തോന്നുന്നില്ലേ പുറത്തുനിന്ന് നോക്കുമ്പം? അതായത് ഈ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നുണ്ടല്ലോ വിടർന്ന് നിൽക്കുന്ന ലില്ലി പുഷ്പത്തിൻ്റെ ആകൃതിയിലാണ്. അത് നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് മേളിലോട്ട് നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ആകൃതി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതായത് മാതാവിനെ നസ്രത്തിലെ ലില്ലി പുഷ്പം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. നമ്മളിപ്പം കയറാൻ പോകുന്ന പള്ളിയുടെ പേര് മംഗളവാർത്ത പള്ളി എന്നാണ് കേട്ടോ. അതായത് ഇതിനുള്ളിൽ അന്നത്തെ നസ്രത്ത് പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങളും മാതാവിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലത്തൊരു ചെറിയ ഗുഹയും പിന്നെ ഗബ്രിയേൽ മാലാഖ മാതാവിന് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ഗ്രോട്ടോയും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഈ പള്ളിയുടെ ഉള്ളിലായിട്ടുള്ളത്. അതുപോലെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യക്ഷീകരണ വീതിയുണ്ട്. ലോകത്ത് എവിടെയൊക്കെ നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടുത്തെ എല്ലാ ഫോട്ടോകളും സ്ഥലവും വെച്ചിട്ട് ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊരു മാതാവ്, അതായത് നമ്മുടെ കേരളത്തിലെ മാതാവിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട് കേട്ടോ. അതായത് കുറുവിലങ്ങാട് മുത്തിയമ്മ. അതായത് എല്ലാവർക്കും അറിയുമോയെന്ന് എനിക്കറിയില്ല. ഈ മാതാവ് സ്വർഗാരോഹണം ചെയ്തിട്ട് ആദ്യമായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ കേരളത്തിലാണ്. അതായത് കുറുവിലങ്ങാട്. അതായത് ഉണർന്നിരിക്കുന്ന പിള്ളേർക്ക് അപ്പവും വെള്ളവും കൊടുത്തിട്ടാണ് നമ്മുടെ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. എനിക്ക് തോന്നുന്നു 1-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് അവിടെ ആ മാതാവ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ് ഇപ്പോൾ പള്ളി പണിതിരിക്കുന്നത്. നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പോകാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ പള്ളി. ഈ വാതിലിൽ കുറേ ചിത്രങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള വാതിലാട്ടോ ഇത്. അതായത് ഇതിൽ പഴയ നിയമവും പുതിയ നിയമവും ക്രോഡീകരിച്ചിട്ടാണ് രക്ഷാകര സംഭവത്തിൽ നിന്ന് തന്നെ മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ പിന്നീട് മിശിഹായുടെ വരവിനെക്കുറിച്ചെല്ലാം പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും എല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളുമാണ് ഇവിടെ. 3 വാതിലുകളാണ് മെയിനായിട്ടുള്ള. ആ 3 വാതിലുകളിലും ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് പഴയ നിയമവും പുതിയ നിയമത്തിലെയും കാര്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നതെല്ലാം. ഇവിടെ ആദം ഹവ്വയുടെയൊക്കെ ചിത്രം കാണാം. നോഹയുടെ പെട്ടകം, ഇസഹാക്കിനെ ബലി കൊടുക്കുന്നത്, അതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് ഈ ഇരുമ്പ് വാതിലിൽ അവർ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ പ്രധാന വാതിലിലാണെങ്കിൽ പുതിയ നിയമം കേട്ടോ മുഴുവൻ കുത്തി വെച്ചിരിക്കുന്നത്. അതിൽ പുതിയ നിയമമാണ് കൊത്തിവെച്ചിരിക്കുന്നത് കേട്ടോ. ഈശോയുടെ ജനനം മുതലുള്ള കാര്യങ്ങളാണ്. അതായത് ഈജിപ്തിലേക്കുള്ള പാലായനം, ഈ യൗസേപ്പിനോടൊപ്പം ആശാരിപ്പണി ചെയ്യുന്ന ഈശോ, യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. അതുപോലെ സുവിശേഷം പ്രസംഗിക്കുന്ന ഈശോ, കുരിശുമരണം, ഉയർപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്നത് പള്ളിക്ക് അകത്തേക്കാണ്. കാരണം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് മാതാവിൻ്റെ വീട് കാണാമെന്നുള്ളത്. അപ്പം നമ്മൾ അതിലേക്കാണ് പോകുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ വലിയൊരു ഹാളാണ് കാണുന്നു. അവിടെ ഭയങ്കര സൈലൻ്റ് ആട്ടോ. എല്ലാവരും വളരെ ഭക്തി സാന്ദ്രമായിട്ട് പ്രാർത്ഥനയിൽ മാത്രം ഇങ്ങനെ മുഴുകിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോവാണ്. നമുക്ക് ആ സൈഡിൽ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ വട്ടത്തിലിറങ്ങുന്നത്. അപ്പോൾ മാതാവിൻ്റെ വീടിന് മുകളിലാണ് ഈ പള്ളി പണിതേക്കുന്നത്.
അതായത് ഈ നസ്രത്ത് എന്ന് പറയുന്നത് പണ്ട് ചെറിയൊരു ഗ്രാമമായിരുന്നു. ഏകദേശം 400ഓളം വീടുകൾ മാത്രമൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ. അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. അത് കുറച്ചിങ്ങനെ എന്താ പറയുന്നത്, അതിന് മുകളിലാണ് ഈ പള്ളിയൊക്കെ പണിതേക്കുന്നത്. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നതാണ്. നമ്മൾ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. അത്രമേൽ നമ്മൾ ആഗ്രഹിച്ച സ്ഥലം, ആഗ്രഹിച്ച ഇതെന്ന് പറയുന്നത് മാതാവ് ജനിച്ച് വളർന്ന മാതാവ് താമസിച്ച വീടിൻ്റെ ഭാഗമാണ്. അവിടെ ഒരു അൾത്താരയൊക്കെ പണിതിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു ഫീലിങ്സ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം എന്നെ ഈ കാണുന്ന ആ ഒരു അൾത്താരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ അൾത്താരയിൽ സ്ത്രീ ജനനേന്ദ്രിയത്തിൻ്റെ ഷേപ്പിലാട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതായത് വചനം മാംസമായി അമ്മയുടെ ഉദരത്തിൽ പിറന്നതിനെയാണ് ഈ ആകൃതി കൊണ്ട് അവർ സൂചിപ്പിച്ചേക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴത്തേക്കും കൂടെ മണി മുഴങ്ങും. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ മാലാഖ ജപം എന്നും ചൊല്ലും. അതായത് ഇത് ലാറ്റിൻ ഭാഷയിലായിരിക്കും. അതുപോലെ തന്നെ അവർ ചെല്ലുന്നതും എല്ലാം. അതുപോലെ തന്നെ ഈ പള്ളിയുടെ മേളിലേക്ക് നോക്കി അതിൻ്റെ മേൽക്കൂര കണ്ടോ, ലില്ലിപ്പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അതായത് മാതാവിനെ ലില്ലിപ്പൂവായിട്ടാണല്ലോ ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വിടർന്ന് നിൽക്കുന്ന ലില്ലിപ്പൂവിൻ്റെ ആകൃതിയിൽ ഇവർ ഈ ഇത് പണിതിരിക്കുന്നത്. അത് കാണുമ്പം തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ഫീലിങ്സാണ് വരുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളും തൂണൊക്കെ കണ്ടോ. ഈ തൂണ് മാത്രമല്ല, ഈ തറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതായത് ഇതൊരു പഴയ കാലഘട്ടമാണ്. അതായത് കോൺസ്റ്റൻറ്റൈൻ കാലഘട്ടം, മറ്റേ ബൈസൻറ്റൈൻ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു അന്നത്തെ പള്ളിയുടെ അവശിഷ്ടങ്ങളാട്ടോ ഈ കാണുന്നതെല്ലാം. ആ പഴയ പള്ളിയുടെ മുകളിലാണ് ഇപ്പോഴത്തെ ഈ പുതിയ പള്ളിയൊക്കെ അവർ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ അൾത്താരകൾ ഓരോ സ്ഥലത്തും കുറേ അൾത്താരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മാതാവിൻ്റെ അമ്മയുടെ പേര് അന്ന എന്നാണ്. അപ്പോൾ അന്നയുടെ മാതാവ് സെൻറ്റ് അന്നയുടെ പേരിൽ ഒരു അൾത്താരയുണ്ട്. ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടടുത്ത് ഒരു അൾത്താരയുണ്ട്. അങ്ങനെ കുറേ അൾത്താരകളും ഒക്കെ ഉണ്ട് അവിടെ. ഇനി നമുക്ക് വെച്ചാൽ മുകളിലോട്ട് പോയി കഴിയുമ്പം ഇതിലങ്ങ് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് പള്ളി, അതായത് ഇപ്പോഴത്തെ പള്ളി കാണാൻ പറ്റുന്നത്. അപ്പം നമ്മളങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോകുക കേട്ടോ. അത് കോണിപ്പടി കയറി അങ്ങനെ പോകണം. അതായത് ഈ മംഗളവാർത്തയെക്കുറിച്ച് ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ എനിക്ക് തോന്നുന്നു 1-ാം അധ്യായത്തിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞു. മാതാവിന് മംഗളവാർത്ത കൊടുക്കുന്ന കാര്യം, അതായത് മറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ ജനിക്കുമെന്ന് മംഗളവാർത്ത കൊടുത്ത കാര്യമായിട്ട് ഈ പറയുന്നത്. ഈ പള്ളിയുടെ അൾത്താരയ്ക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. അതായത് ഏറ്റവും മുകളിൽ കാണുന്നത്, അൾത്താരയുടെ ഏറ്റവും മുകളിൽ കാണുന്നത് ഒരു കണ്ണിൻ്റെ ആകൃതിയാണ്. അതായത് ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നതായിട്ടാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. തൊട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ത്രിലോകരാജ്ഞിയായിട്ടുള്ള മാതാവിൻ്റെ രൂപം കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പിതാവായ ദൈവവും പുത്രനായ മിശിഹായും കാണാം. പിന്നെ കാണുന്നത് ഭൂമിയിലുള്ള കാര്യങ്ങളാണ്. അതായത് അൽമായര്, വിശുദ്ധന്മാര്, വിശുദ്ധകൾ, പ്രേക്ഷിതര്, ഇവരെല്ലാം കൂടെ കൂടുന്നതാണല്ലോ സഭ. പിന്നെ ഏറ്റവും മുകളിലായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, ലാറ്റിൻ ഭാഷയിൽ കാത്തോലിക്കവും അപ്പസ്തോലികവുമാണ് സഭ എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇനി നമ്മൾ പള്ളിയുടെ വലതുഭാഗത്തായിട്ട് അങ്ങ് നടന്നു പോകുമ്പോഴത്തേക്കും കൂടെ ഒരു രൂപക്കൂട് കാണാം. അവിടെ നമുക്ക് നമ്മുടെ സ്വന്തം വേളാങ്കണ്ണി മാതാവുണ്ട്. അവിടെ ഒരു ഫലകം എഴുതി വെച്ചേക്കുന്നത് കാണാം, വേളാങ്കണ്ണി ഇന്ത്യ 2007. അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട പല സ്ഥലങ്ങളിലെയും ഓരോരോ ഇതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എന്നാണ് പ്രത്യക്ഷപ്പെട്ടത്, എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്, ഏത് രീതിയിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലായിടത്തും ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് മാതാവ് ഓരോരുത്തർക്കിപ്പം എന്താ പറയുന്നത്, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു രൂപത്തിനെ ആയിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. അപ്പോൾ ഓരോ രാജ്യക്കാരും കാണുന്നത് അവർക്കിഷ്ടമുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉള്ള ഒരു രീതിയിലുള്ള മാതാവിനെയാണ് കാണുന്നത്. അപ്പോൾ അവരത് കണ്ട രീതി എങ്ങനെയാണോ എന്നുള്ളത് ഒരു ചിത്രകാരനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആ രീതിയിൽ വരച്ചിട്ട് അങ്ങനെയുള്ള ഇതാണ്. അതുപോലെ തന്നെയാണ് അവർ പെയിൻറ്റിങ് ചെയ്ത് ഓരോ രാജ്യത്തും ഏത് രീതിയിലുള്ള ഏത് കളറിൽ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ രീതിയിൽ അത് ചെയ്തിട്ട് അത് ആലേഖനം ചെയ്ത് വെച്ചേക്കുന്നത്
വെച്ചേക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ ഇതെല്ലാം ഓരോന്നും കാണാനായിട്ട്. ഈ കാണുന്ന മാതാവിനൊരു പ്രത്യേകതയുണ്ടല്ലേ, മുഴുവൻ വെള്ള കളറുള്ള ഡ്രസ്സാണ്. അതായത് വെണ്മയായ വസ്ത്രത്തിൽ മാതാവിനെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കോലസർപ്പത്തെ ചവിട്ടി നിൽക്കുന്ന മാതാവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു വചനഭാഗത്തിൻ്റെ ചിത്രീകരണം കേട്ടോ ഈ കാണുന്നത്. അതുപോലെ കണ്ട് ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പടങ്ങളും അത് ഏത് സ്ഥലമാണെന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുറുവിലങ്ങാട് പ്രത്യക്ഷപ്പെട്ട മാതാവ് ഇന്ത്യയിലെ ലോകത്ത് ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് തന്നെ നമ്മുടെ കേരളത്തിലാണ്. അതൊക്കെ ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം എന്തൊരു അഭിമാനമല്ലേ, ഇന്ത്യ കുറുവിലങ്ങാട് ഫസ്റ്റ് സെഞ്ച്വറിയിലാണെന്ന് ഓർക്കണം. അതുപോലെ നമ്മളിപ്പോൾ മാതാവിൻ്റെ വീടൊക്കെ കണ്ട് ഇറങ്ങി. ഇനി നമുക്ക് യൗസേപ്പിതാവിൻ്റെ വീട് കാണാൻ പോവാം. അത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമുക്കിനി അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.